നമ്മളിപ്പോൾ ഒരു ബോട്ട് ജെട്ടിയിലെത്തിയിരിക്കുകയാണ് ബംഗാളിൽ. ഇവിടെ നിന്ന് നമുക്ക് ബേലൂർ മഠത്തിലേക്കാണ് പോകുന്നത്. ബേലൂർ മഠത്തിലേക്ക് പോകാനുള്ള ആഴ്ച ദക്ഷിണേശ്വരിലെ ഗംഗാ ഘാനാണ്. ബേലൂർ മഠത്തിലേക്കാണ് പോകുന്നത് ബോട്ട് വഴി. ഇതാ കാണുന്നതാണ് ദക്ഷിണേശ്വർ കാളി മന്ദിരം. നമുക്ക് നേരെ ബേലൂർ മഠത്തിലേക്ക് പോവാം. ഇതിൻ്റെ പേര് ഹുഗ്ലി റിവർ. ഹുഗ്ലി എന്ന് പറയുന്നത് ഗംഗ തന്നെയാണ്. അതിന് ഇവിടെ വിളിക്കുന്ന പേരാണ് ഹുഗ്ലി എന്ന്. ശരിക്കും ഗംഗാ നദി തന്നെയാണ്. ഇതാ നമുക്ക് പോകേണ്ട ബോട്ട് വരികയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ബംഗാൾ ഉൾക്കടലും ഹുഗ്ലി റിവറും തമ്മിലുള്ള കുറേ കപ്പലൊക്കെ കാണാം. നമ്മളിപ്പം ബോട്ടിൽ കയറി. ഇവിടെ എത്ര തിരക്കാം. അപ്പം നമ്മൾ ഈ ഹുഗ്ലി റിവർ കടന്നിട്ട് വേണം ബേലൂർ മഠത്തിലെത്താൻ. ഞാൻ ഈ കണ്ട ഈ ബ്രിഡ്ജില്ലേ, അതിലൂടെ 2 വണ്ടിയും പോകുന്നുണ്ട്, ട്രെയിനും പോകുന്നുണ്ട്. അതാണ് ഒരു അടിപൊളിയാണ്. തീവണ്ടിയുടെ ശബ്ദമായിരുന്നു. തീവണ്ടി ഇതുമാണ്. അതായത് ഗുഡ്സ് ട്രെയിനാണ് ഞാൻ കണ്ടത്. പാസഞ്ചറിനെ കൊണ്ടുപോകുന്ന ട്രെയിന് പോകുമെന്ന് അറിയത്തില്ല. ഇതാണ് ബംഗാൾ ഉൾക്കടലിലേക്ക് ഈ ഗംഗാ നദി ഒഴുകി ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാസ്സാവുന്നുണ്ട്. നമ്മളിപ്പോൾ ബേലൂർ മഠം എത്താറായി. കുറച്ച് അങ്ങോട്ടാണ്. ഇതുകൊണ്ട് കുറേ ക്ഷേത്രങ്ങളൊക്കെയാണ് ഈ ഗംഗാ തീരത്തുള്ളത്, ഈ ഹുഗ്ലി നദിയുടെ തീരത്ത്. അപ്പോൾ ഇതാണ് രാമകൃഷ്ണ ആശ്രമം, മൊണാസ്ട്രി. ടോട്ടാപുരി രാമകൃഷ്ണ മൊണാസ്ട്രി. ബേലൂർ മഠം എത്താറായി. എൻ്റെ അടുത്ത് തന്നെയാണ് ഇതുള്ളത്. കണ്ടോ?